വെൽക്കം ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വോൾവോൻ്റെ XC90 മോഡൽ വെഹിക്കിളാണ്. 2016 മോഡൽ വെഹിക്കിൾ. ഈ വെഹിക്കിൾ വന്നിട്ടുള്ളത് എൻജിൻ വാണിംഗ് ലാമ്പ് ഉണ്ട് വെഹിക്കിളിന്. പിന്നെ അതുപോലെ തന്നെ വെഹിക്കിൾ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെഹിക്കിൾ കയറുന്നില്ല, ഗിയർ ഷിഫ്റ്റ് നടക്കുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ വെഹിക്കിൾ സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ റിപ്പോർട്ടാണിത്. റിപ്പോർട്ടിൻ്റെ അകത്ത് ഡീസൽ പാർട്ടിക്കുലർ ഫിൽട്ടർ എഫിഷ്യൻസി ലോ ആണ് കാണിക്കുന്നത്. അത് ആക്ച്വലി ഇതിൻ്റെ കാറ്റലൈറ്റ് കൺവേർട്ടർ എന്ന് പറയും ആ ഡിവൈസിനെ. ആ ഒരു പാർട്ട് പല കാരണവശാലും വരും. അത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ കാർബൺ നിറഞ്ഞിട്ട് ബ്ലോക്കായിട്ട് അതിൻ്റെ സെൻസറിനെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഷെല്ലുകളുണ്ട്, ഫിൽട്ടർ ചെയ്യുന്ന ഷെല്ലുകൾ, അത് ബ്ലോക്കായാലും ഈ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് DPF അല്ലെങ്കിൽ കാറ്റലൈറ്റ് കൺവേർട്ടർ എന്ന് പറയാം. കാറ്റലൈറ്റ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ വാഹനത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇതിൽ എക്സോസ്റ്റ് പൈപ്പിൽ മഫ്ലറിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഡിവൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഞ്ചിനിൽ നിന്നും പുറത്തു വരുന്ന എക്സോസ്റ്റിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കലിനെ ഫിൽട്ടർ ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് കാറ്റലൈറ്റ് കൺവേർട്ടർ. ഇത് പ്രധാനമായിട്ടും 3 ഹൈലി ടോക്സിക് ഗ്യാസുകളാണ് നമുക്ക് വെഹിക്കിളിൽ നിന്ന് എക്സോസ്റ്റ് ആവുന്നത്, എഞ്ചിനിൽ നിന്ന്. അത് ഒന്നാമത്തെ ഹൈഡ്രോ കാർബൺസ്, രണ്ടാമത്തെ കാർബൺ മോണോക്സൈഡ്, മൂന്നാമത്തെ നൈട്രോ ഓക്സൈഡുകളാണ്. ഇത് പൂർണ്ണമായും കത്താത്ത ഫ്യൂവലിനാണ് ഹൈഡ്രോ കാർബൺസ് പുറത്തുവരുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും കത്തിക്കഴിഞ്ഞ ഫ്യൂവലിനാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എൻജിൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് മൂലം ആണ് നൈട്രോ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഈ 3 ഗ്യാസും പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും വളരെയധികം അപകടമാണ്. അപ്പോൾ ഈ കാറ്റലൈറ്റ് കൺവേർട്ടർ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് അധികം കെമിക്കൽ അല്ലാത്ത രീതിയിലുള്ള ഗ്യാസുകളായിട്ട് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇതുപോലുള്ളൊരു പ്രോസസ്സാണ് ഈ കാറ്റലൈറ്റ് കൺവേർട്ടറിൽ നടക്കുന്നത്. അതിനൊരു റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ വോൾവോൻ്റെ അകത്ത് ഈ ഒരു കംപ്ലൈൻ്റ് ആണ് വന്നിട്ടുള്ളത്, കാറ്റലൈറ്റ് കൺവേർട്ടറിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് കിട്ടിയായിരുന്നു റിപ്പോർട്ട്. അപ്പോൾ കാറ്റലൈറ്റ് കൺവേർട്ടർ ക്രാക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഇതിൻ്റെ സെൻസർ ബ്ലോക്ക് ആയിട്ടുള്ള കൺസേൺ ആണ്. കൂടുതലും XC90 വരുന്നതാണ്. കൂടുതലും സിറ്റി ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിളിനാണ് ഇത് വരുന്നത്. അപ്പോൾ റീജനറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ എൻജിൻ ഓട്ടോമാറ്റിക്കലി റൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 2500 RPM എൻജിൻ റൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇത്ര ടൈം 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെ ഇത് റൈസ് ആയിട്ട് ആ കാർബൺ മുഴുവൻ കത്തിയിട്ട് എക്സോസ്റ്റിലൂടെ പോവും പുകയായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ വണ്ടി ക്ലിയർ ആവും. അപ്പോൾ ഈ വാഹനം ക്ലിയർ ആയിട്ടുണ്ട്. കാറ്റലൈറ്റ് കൺവേർട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. അത് മിക്കവാറും കമ്പനികളിലൊക്കെ റീപ്ലേസ്മെൻ്റ് ആണ് പറയുക. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലിയർ ആയി കിട്ടും.